ജനങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ അത് പറഞ്ഞ് പോകേണ്ട കാര്യങ്ങളാണ്. എന്തിനാണ് ഇത്രമാത്രം പിണറായി ഭയപ്പെടുന്നതെന്ന് അറിയില്ല. രാവിലെ ഇവിടെ വരുന്നു, പോലീസ് ഭീഷണിപ്പെടുത്തുന്നു, ഹോട്ടലുകാരെ ഭീഷണിപ്പെടുത്തുന്നു, ഈ പ്രസ് കോൺഫറൻസ് അറേഞ്ച് ചെയ്യാൻ വന്ന എൻ്റെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒരു ഭീഷണിയുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവും ഇവിടെ പി.വി. അൻവർ നടത്താൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്ന് പറയുന്നത് വായിച്ച് പഠിച്ചിട്ടുള്ള നിയമങ്ങൾ വായിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞാനത് സസൂക്ഷ്മം ആ കാര്യങ്ങൾ നോക്കി ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിച്ചിട്ട് തന്നെയാണ് ഈ പ്രസ് കോൺഫറൻസ് ഇവിടെ വിളിച്ചിട്ടുള്ളതും. ഇന്ന് DMKയുടെ പ്രവർത്തകർ എല്ലാ വീട്ടിലും കയറുന്നുണ്ട് നോട്ടീസ് കൊടുത്തിട്ട്. അത് പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ചട്ടം അത് പറയുന്നില്ല. ചട്ടം പറയുന്നത് ശബ്ദമുഖരിതമായ പ്രചരണം ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് അവസാനിപ്പിക്കണം. മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. മറ്റു ജില്ലകളിൽ നിന്ന് വന്ന മണ്ഡലത്തിൻ്റെ ആളുകൾ പുറത്തു പോകണമെന്നത് അലിഖിത നിയമമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമത്തിൽ അങ്ങനെ പറയുന്നേ ഇല്ല. അപ്പോൾ അവർക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ ആളുകൾ കുറവാണ്. അതൊരു വസ്തുതയാണ്. തുടക്കം മുതലേ പറയുന്നതാണ്. ഞങ്ങളാകെ 32 ദിവസം പ്രായമുള്ള ഒരു സോഷ്യൽ സംഘടനയാണ്. ഇവിടെ CPMൻ്റെ ഉരുക്കുകോട്ട എന്ന് പറയുന്നിടത്ത് 98 MLA-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം ഒരു ഭാഗത്ത്, 19 MP-മാരും പ്രതിപക്ഷ നേതാവും 40 MLA-മാരും മറുഭാഗത്ത്, സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റു മന്ത്രിമാരും അവരുടെ ദേശീയ നേതാക്കന്മാരും മറൊരു ഭാഗത്ത്. ഇവരെല്ലാം കൂടെ നിന്നിട്ട് ഏറ്റുമുട്ടുക. എന്തിനും ഒരു വായി പോയ കൊടാലിയെ കൊണ്ട്. ഒരു കോൺഗ്രസ്സിൽ നിന്ന് കയറി വന്ന ഏതോ ഒരു അലവലാതി ആ അലവലാതിയെ ഏറ്റുമുട്ടുകയാണ്. ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൂടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതിനെ ഭയപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ഒരുപാട് ഭയപ്പെടുത്തിയല്ലോ. 20-ലധികം കേസുകൾ പി.വി. അൻവറിൻ്റെ പേരിൽ FIR ഇട്ട് കഴിഞ്ഞു. എന്തിൻ്റെ പേരിലാണ്? ഈ ജനങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലല്ലേ? ആശുപത്രിയിൽ പോയതിൻ്റെ പേരിലാണ് ജാമ്യമില്ല വാറണ്ട്. ഇന്ന് രാവിലെ അവിടെ വന്ന രോഗിക്ക് ഡയാലിസിസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 4 ബെഡുണ്ട്, സ്റ്റാഫില്ല അവിടെ. ആ 4 എണ്ണത്തിന് ചെയ്യാനുള്ള സംവിധാനമില്ല. ഇത് ചോദിക്കാൻ അവിടെ കുറച്ച് മെഷീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പരിശോധിക്കാൻ പോയപ്പോൾ ഡോക്ടറും ഇല്ല, നഴ്സും ഇല്ല, സൂപ്രണ്ടും ഇല്ല. അതിന് ഞാൻ വർത്തമാനം പറയാം. എൻ്റെ രീതി അതാ. ഞാൻ പറഞ്ഞു പോകും. അതിൻ്റെ പേരിലാണെന്ത് കേസായിക്കോട്ടെ, അത് കുഴപ്പമില്ല. അപ്പം ഞാൻ ഇന്നിവിടെ വന്നത് 2 കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കാനാണ്. പിണറായി കടന്നിട്ട് ഇങ്ങനെ ബേജാറാവൊന്നും വേണ്ട.